ദീപക് ധർമ്മടം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, രാവിലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ രാത്രിയിലേക്ക് എത്തുമ്പോൾ വീട്ടിലെത്തി പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നു കേരള പോലീസ്. ദീപക്, ഇതിൽ കൃത്യമായി തന്നെ നിയമം പാലിച്ചുകൊണ്ടാണ് പോലീസിന്റെ അറസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടപടികൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി AG ഉൾപ്പെടെയുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ളവരുമായി പോലീസ് ചർച്ച ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ അൻവർ ആരോപിക്കുന്നത് വളരെ കൃത്യമായി സർക്കാരിനെ ലക്ഷ്യം വെച്ചാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രധാനമായി ലക്ഷ്യം വെച്ച് പറയുന്നു. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെയും MR അജിത് കുമാർ ADGPയെയുമാണ് ലക്ഷ്യം വെച്ച് അദ്ദേഹം അല്പം മുൻപ് പ്രതികരിച്ചത്. പക്ഷേ എന്നാൽ അൻവറിനെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്ത മറ്റു കേസുകളിൽ വേണമെങ്കിൽ സർക്കാരിന് പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് SOGയുടെ രഹസ്യങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിലൊന്നും തന്നെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഇതിൽ തന്നെ അറസ്റ്റ് ചെയ്തത് കൃത്യമായി PDPP ആക്ട്, അതായത് പൊതുമുതൽ നശിപ്പിക്കുന്ന നിയമം പ്രയോഗിക്കുന്നു, കലാപാഹ്വാനം, ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, ഇത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകളുടെ രേഖാപരമായ തെളിവുകൾ, അതായത് ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ പോലീസ് കളക്ട് ചെയ്തു. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തി. അങ്ങനെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടെയാണ് പോലീസ് തലപ്പത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്ക് കടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇതിനു വേണ്ടി നേരത്തെ തന്നെ ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ പോലീസ് സജ്ജമായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള പോലീസ് പാർട്ടിയെ, അതുപോലെ ഇന്റലിജൻസ് സംഘം നേരത്തെ തന്നെ നിലയുറപ്പിച്ചു. അൻവറിനെ ഇന്ന് രാവിലെ ഈ അക്രമം നടന്നത് മുതൽ കൃത്യമായി പോലീസിന്റെ SSB ടീം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ വളരെ കൃത്യമായി സുരക്ഷിതമായ രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക, അതിനു മുൻപുള്ള അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാൻ വേണ്ടിയുള്ള എല്ലാ രേഖാപരമായ നടപടികളും പോലീസ് പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമാകും. കാരണം നാളെ പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കും. ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നു കഴിഞ്ഞു, ഇത് പിണറായി പോലീസ് രാജാണെന്നുള്ളത്. പക്ഷേ എന്നാൽ രേഖാമൂലം കോടതിയിൽ തെളിയിക്കാവുന്ന രീതിയിലുള്ള എല്ലാ പരിശോധനകളും അത്തരത്തിലുള്ള രേഖകൾ ശേഖരിക്കലും പോലീസ് നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. മുദ്രാവാക്യം വിളികളോടെ DMK പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. P.V. അൻവർ MLA വീട്ടിലാണ് വലിയ പോലീസ് സംഘം എത്തിയിട്ടുള്ളത്. അവിടേക്ക് DMK പ്രവർത്തകർ സംഘടിച്ച് എത്തുകയായിരുന്നു. ഭരണകൂട ഭീകരത എന്നാണ് P.V. അൻവർ പോലീസിന്റെ നടപടിയെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം അറസ്റ്റിന് വഴങ്ങുകയാണ്. പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി P.V. അൻവറെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. വലിയ പോലീസ് സന്നാഹമുണ്ട്. P.V. അൻവറിന്റെ DMK പ്രവർത്തകരുണ്ട്, ആ നാട്ടുകാരുണ്ട്, അവരൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അറസ്റ്റിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടിയെന്നാണ് P.V. അൻവർ MLA വിമർശനം. പ്രവർത്തകർ ആ മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്യുന്നു.